നമസ്കാരം, ഞാൻ ഡോക്ടർ നയന വിജയ്, പട്ടം SUT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് നെഫ്രോളജിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഡയബറ്റിക് നെഫ്രോപ്പതി അഥവാ പ്രമേഹം മൂലമുള്ള കിഡ്നി രോഗങ്ങളെ പറ്റിയാണ്. ഈ ടോപ്പിക്ക് എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു എന്ന് വെച്ചാൽ അത് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇന്ത്യ ഇപ്പോൾ ലോകത്തിൻ്റെ ഡയബറ്റീസ് ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. 2023 ICMR രേഖകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ളത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ളത്. ഈ പ്രമേഹ രോഗികളിൽ 40% ആൾക്കാർക്ക് ഡയബറ്റിക് നെഫ്രോപ്പതി ഉണ്ട്. അതായത് നമ്മളുടെ എല്ലാവരുടെയും വീട്ടിലൊരു പ്രമേഹ രോഗിയെങ്കിലും ഉണ്ടല്ലേ. അതിൽ 10 പേരെ നോക്കിയാൽ അതിൽ 4 പേർക്കും ഡയബറ്റിക് നെഫ്രോപ്പതി അല്ലെങ്കിൽ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇത്രയധികം രോഗികളും ഇത്രയധികം ഡയബറ്റിക് നെഫ്രോപ്പതിയും ഉള്ളപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമതായി, ഈ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന രോഗം അത് പല ഘട്ടങ്ങളിലൂടെയാണ് പോകുന്നത്. അതായത് ഏർലി, ലേറ്റ്, അഡ്വാൻസ്ഡ് ഇങ്ങനെ. ഇതിൽ പലപ്പോഴും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലാണ് ഇത് കണ്ടുപിടിക്കപ്പെടുന്നത്. എന്തുകൊണ്ടെന്നാൽ നമുക്കിപ്പോൾ ഹാർട്ടിനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നെഞ്ചുവേദന, കിതപ്പ് മൂലം അതുപോലെയുള്ള ലക്ഷണങ്ങളുണ്ടാകും. പക്ഷേ ഈ ഡയബറ്റിക് നെഫ്രോപ്പതിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് മൂത്രം അധികമായി പോവുക, പ്രത്യേകിച്ച് രാത്രി മൂത്രം അധികമായി പോവുക, അല്ലെങ്കിൽ മൂത്രത്തിൽ നുരയും പതയും ഉണ്ടാകുക. ഈ പറഞ്ഞ ലക്ഷണങ്ങളൊന്നും പലപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. പലപ്പോഴും ഇത് കണ്ടുപിടിക്കുന്നത് അഡ്വാൻസ് സ്റ്റേജിലാണ്. നേരത്തെ ഇത് കണ്ടുപിടിക്കാൻ സാധിച്ചാൽ നമുക്കൊരു പരിധി വരെ നല്ല രീതിയിൽ ഇതിൻ്റെ പ്രോഗ്രഷൻ, ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ രോഗത്തിനെ പറ്റി പറയണമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന രോഗം അപ്പോൾ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ആക്റ്റീവായി സ്ക്രീൻ ചെയ്യുക, അതായത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നമുക്കിത് നേരത്തെ കണ്ടുപിടിക്കാനുള്ള മാർഗം. ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മെയിനായും യൂറിൻ ആൽബുമിൻ അല്ലെങ്കിൽ യൂറിൻ പ്രോട്ടീൻ ലോസ്, പിന്നെ റിയാറ്റിൻ പോലെയുള്ള റീനൽ ഫങ്ഷൻ ടെസ്റ്റുകൾ, ഈ പറഞ്ഞ സാധനങ്ങൾ ചെയ്ത് നോക്കുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അമേരിക്കൻ ഡയബറ്റീസ് അസോസിയേഷൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരം ഡയബറ്റീസ് കണ്ടുപിടിച്ച് 5 വർഷം മുതൽ നമ്മളിത് ആക്റ്റീവായി സ്ക്രീൻ ചെയ്ത് തുടങ്ങണമെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 5 വർഷമായി ഡയബറ്റീസ് ഉള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്കോ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഫിസിഷ്യനെയോ അല്ലെങ്കിൽ നെഫ്രോളജിസ്റ്റിനെയോ തന്നെ സമീപിച്ച് കിഡ്നി സ്ക്രീനിങ് ചെയ്ത് നോക്കേണ്ടതാണ്. ഇനി ഇത് ചെയ്ത് കണ്ടുപിടിച്ചാൽ അതിന് വീണ്ടും സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും ടെൻഷൻ അടിക്കേണ്ട ഒരു പ്രോബ്ലം അല്ല. ഇതിനെ എങ്ങനെ തടുത്ത് നിൽക്കാമെന്നുള്ള മാർഗ്ഗങ്ങളും ഇവർ തന്നെ നിർദ്ദേശിക്കും. മെയിനായും ഷുഗർ മൂലവും പ്രഷർ മൂലവുമാണ് ഈ രോഗം വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രഷറും ഷുഗറും കൺട്രോളിൽ വയ്ക്കുക, പരിധിയിൽ വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. പിന്നെ മൂത്രത്തിലൂടെ പ്രോട്ടീൻ പോകുന്നതുകൊണ്ടുള്ള പ്രശ്നമായതിനാൽ പ്രോട്ടീൻ പോകുന്നത് തടയുന്നതിനായി ആൻറ്റി പ്രോട്ടീനൂറിക് മരുന്നുകളും അവൈലബിൾ ആണ്. ഇതിന് കൂടെ തന്നെ നമ്മുടെ ജീവിതശൈലിയിലായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ, ആഹാരത്തിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ആഹാര രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ തടുത്ത് നിർത്തി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. നന്ദി.